1986 റിലീസ് ചെയ്ത പ്രിയദർശൻ ചിത്രമാണ് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. ചിത്രത്തിലെ രണ്ടു കഥാപാത്രങ്ങളാണ് സർദാർ കൃഷ്ണക്കുറുപ്പും സർദാർ കോമക്കുറുപ്പും. ബന്ധുക്കളായ കോമക്കുറുപ്പും കൃഷ്ണക്കുറുപ്പും ശത്രുക്കളാണ്. നേതാജി ക്ലബിന്റെ അധികാരം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന കോമക്കുറുപ്പും കൃഷ്ണക്കുറുപ്പും പൊട്ടിച്ചിരിയും മാലപ്പടക്കവും ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞത് സംസ്ഥാനത്തിന്റെ അവസ്ഥ കണ്ടിട്ടാണ്. രാഷ്ട്രീയം രസകരമായൊരു സംഭവമാണ്. എതിർ പാർട്ടിക്കാരനെ എതിർക്കുക, അവഹേളിക്കുക, നിരന്തരം കുറ്റം പറയുക, സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ വലിച്ചു താഴെയിട്ട് മുന്നേറുക തുടങ്ങിയ സുകുമാരകലകൾ പഠിക്കണം. എങ്കിലേ നല്ല രാഷ്ട്രീയക്കാരനാവാൻ പറ്റൂ. ഇതൊന്നും അറിയാത്ത ശശി തരൂരിനെ എല്ലാവരും കൂടി വെള്ളം കുടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പോൾ തരൂർ അല്പസ്വല്പം അടവൊക്കെ പഠിച്ചു കഴിഞ്ഞു. പറഞ്ഞു വന്നത് സർക്കാർ ഗവർണർ പോരിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം നിലമേലിൽ സംഭവിച്ചത് കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ്. SFI കുട്ടികളുടെ കരിങ്കൊടി പ്രകടനം കാണുന്നു. വാഹന വ്യൂഹം നിർത്തി കയ്യും ചുരുട്ടി വാടാ വാടാ എന്ന് വെല്ലുവിളിച്ച് ഗവർണർ സമരക്കാർക്കു നേരെ വരുന്നു. പോലീസിനെ ഫയർ ചെയ്യുന്നു. അങ്ങനെ ഒരു സുരേഷ് ഗോപി ഷാജി കൈലാസ് ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളാണ് അരങ്ങേറിയത്. അതിന് ഫലവും കണ്ടു. നാഷണൽ മീഡിയകൾ ഉൾപ്പെടെ വാർത്ത വെണ്ടയ്ക്ക വലുപ്പത്തിൽ പ്രസിദ്ധീകരിച്ചു. വെറുതെ അടങ്ങിയിരുന്നാൽ വാർത്താപുരുഷനായി നിൽക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയും ഗവർണറും കൃഷ്ണക്കുറുപ്പും കോമക്കുറുപ്പും കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കും. കഴിഞ്ഞ കുറച്ചു നാളുകളായി തുടരുന്ന സർക്കാർ ഗവർണർ പോരിന്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് നിലമേലിൽ അരങ്ങേറിയത്. സംഗതി എന്തായാലും ഏറ്റു. ഗവർണർക്ക് കേന്ദ്രത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടിയില്ലേ? വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ വക പത്രസമ്മേളനവുമുണ്ടായി. കരിങ്കൊടി പ്രകടനം ഒരു സ്വാഭാവിക സംഭവമായി മുഖ്യമന്ത്രി പറഞ്ഞത് ആരെയും അത്ഭുതപ്പെടുത്തിയില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ രീതി അങ്ങനെയാണ്. എന്തിനേയും ഏതിനേയും കണ്ണടച്ച് ന്യായീകരിച്ച് അതൊരു തൊഴിലായി മാറിയിട്ടുണ്ട്. കേട്ടിട്ടില്ലേ ന്യായീകരണ തൊഴിലാളികൾ? എല്ലാ പാർട്ടികളും ഇത്തരം തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അത് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പറയുമ്പോൾ പൊതുജനത്തിന് അത്ര ദഹിക്കില്ല. CPMകാരുടെ പ്രധാന സമരായുധമായ കരിങ്കൊടിയും പൊതുമുതൽ നശിപ്പിക്കലും കോൺഗ്രസുകാർ ഏറ്റെടുത്തത് മുഖ്യമന്ത്രിക്കും CPMനും അത്ര സുഖിച്ചിട്ടില്ല. നവകേരള യാത്രക്കിടെ കരിങ്കൊടി കാണിക്കാൻ പോയ കോൺഗ്രസുകാരുടെ അവസ്ഥ എല്ലാവരും കണ്ടതാണ്. CPMകാരുടെയും പോലീസിന്റെയും രക്ഷാപ്രവർത്തനത്തിൽ രക്ഷപ്പെട്ടവർ ഇതുവരെ ആശുപത്രി പോലും വിട്ടിട്ടില്ല. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ കോൺഗ്രസിലെ സൂപ്പർ സ്റ്റാർ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചോദിച്ചാൽ മതി. രാഷ്ട്രീയത്തിനോടും രാഷ്ട്രീയക്കാരോടുമുള്ള പൊതുജനത്തിന്റെ അകൽച്ചയ്ക്ക് കാരണമെന്താണെന്നറിയാമോ? രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ അന്തവും കുന്തവുമില്ലാത്ത ഏർപ്പാടായി മാറിയതുകൊണ്ടാണ്. പുതുതലമുറ അരാഷ്ട്രീയക്കാരായി മാറുന്നു എന്ന് അലറി വിളിക്കുന്ന നേതാക്കളോടാണ്. സർ, രാഷ്ട്രീയത്തിൽ ആരെയാണ് പുതുതലമുറ മാതൃകയാക്കേണ്ടത്? ഈ ടോം ആൻഡ് ജെറി കളി തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ പുതുതലമുറയ്ക്കുണ്ട്. അതോർക്കണം.